അടുത്തൊരു ചോദ്യം, നമ്മുടെ നാട്ടിലൊരു പള്ളി, ആ പള്ളിക്ക് ചുറ്റും ഖബറിസ്ഥാനുണ്ട്, ഖബറുകളുണ്ട്. ആ പള്ളിയും ഖബറുകളുമായിട്ട് ഒരു വേർതിരിവിൽ ഒരു മറയില്ല. അങ്ങനെയുള്ള പള്ളികളിൽ നിന്നും നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യമേ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളെ മസ്ജിദാക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട്. അത് കബായിറിൽപ്പെട്ടതാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അവസാന സമയം, മരണത്തോടടുക്കുന്ന സമയം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെയും നസ്രാണികളെയും ശപിക്കട്ടെ. അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ മസ്ജിദായി അവർ സ്വീകരിച്ചു, ആരാധനാ കേന്ദ്രങ്ങളായി അവർ സ്വീകരിച്ചു. അപ്പം ഖബറിൻ്റെ മുകളിൽ കെട്ടിയുടക്കിയ പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ നിസ്കാരം സ്വീകാര്യമല്ല, അവിടെ നിസ്കാരിച്ച നിസ്കാരം ബാത്തിലാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മുടെ അടുത്തൊരു വിഷയം, നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് പള്ളിക്ക് ചുറ്റും മഖ്ബറ, പൊതു മുസ്ലിം ശ്മശാനം കാണാൻ കഴിയും. അത് നമ്മുടെ നാട്ടിലൊരു രീതിയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ആദ്യം പള്ളി ഉണ്ടായി, അതിന് ശേഷമാണ് നമ്മുടെ മഖ്ബറ ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ ആ ഖബറുകൾ ഖിബിലക്ക് മുന്നിലല്ലെങ്കിൽ, നിസ്കരിക്കുന്ന ഒരാളുടെ ഖിബിലക്ക് മുന്നിലല്ലാത്ത രീതിയിലാണ് ആ ഖബറുകൾ ഉള്ളതെങ്കിൽ ആ പള്ളിയിൽ നിന്നും നിസ്കരിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന രീതി. ഇനി ഖിബിലക്ക് മുന്നിലാണ് ഖബറുകൾ ഉള്ളതെങ്കിൽ അങ്ങോട്ടേക്ക് ആ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട്. ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇനി പള്ളിക്ക് മുമ്പിലാണ്, ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് ഖബറുകൾ ഉള്ളതെങ്കിൽ ആ ഖബർസ്ഥാൻ്റെയും പള്ളിയുടെയും ഇടയിൽ പള്ളിയുടേതല്ലാത്ത ഒരു ചുമര്, മതിൽ, അല്ലെങ്കിൽ ഒരു വഴി, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പള്ളിയും മഖ്ബറയും തമ്മിൽ വേറിടുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ പള്ളിയിൽ നിന്നും നിസ്കരിക്കാം എന്നുള്ളതാണ് ഇബ്നു ബാസ് റഹിമഹുല്ല, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല എന്നിവരുടെയൊക്കെ ഫത്വകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ജാറം കാണാൻ കഴിയും. ജാറം എന്ന് പറഞ്ഞാൽ ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത്, ബിനാഉ അലൽ ഖബർ, ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യമാണ്, ഹറാമാണ്. അത് വസീലത്തുൻ ഇല ഷിർക്കാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അത്രയും ഗൗരവപൂർവ്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചൊരു കാര്യമാണ്. അപ്പം ചില പള്ളികളിൽ ജാറം കാണാൻ കഴിയും. പള്ളിയോട് ചേർന്ന രീതിയിലാണ് ജാറമുള്ളതെങ്കിൽ ആ പള്ളിയിൽ ഒരിക്കലും നിസ്കാരം സഹീഹാവുകയില്ല. അവിടെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്, അത് മാറ്റി നിസ്കരിക്കേണ്ടതാണ്. കാരണം ജാറം എന്നുള്ളത് തഅലീമിൻ്റെ പിറകിൽ, ഒരു ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പിറകിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും ജാറം ചേർന്നല്ല, പള്ളിയോട് ചേർന്നിട്ടാണ് ജാറമുള്ളതെങ്കിൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. ഇനി ചില സ്ഥലങ്ങളിൽ, ചില നാടുകളിൽ പള്ളിയും പള്ളിയുടെ ഭാഗത്തന്നായിട്ട് കുറച്ച് ദൂരെയായിട്ട് വേറെ തന്നെ ഒരു ബിൽഡിങ്ങിലാണ് ജാറമുള്ളതെങ്കിൽ ഈ മസ്അലയോട് ചേർത്ത് വെക്കാൻ കഴിയില്ല. അത് ഖിബിലക്ക് അഭിമുഖമല്ലെങ്കിൽ ആ പള്ളിയിൽ എന്ത് ചെയ്യാം, നിസ്കരിക്കാവുന്നതാണ്, അത് സഹീഹാവുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا